കുറ്റമറ്റത്തിൻ്റെ അക്ഷര വെളിച്ചമായ സെന്റ് ജോർജ് യു പി സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ നടന്നു വരികയാണ്. വർഷങ്ങൾക്ക് മുൻപ് 1950 ജൂൺ 12 ഈ സ്കൂളിന് തുടക്കം കുറിക്കുന്നത്. ഹായ്, ടിജോയാണ്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ മാതൃവിദ്യാലയമായ മൂലമറ്റം സെന്റ് ജോർജ് യു പി സ്കൂളിലാണ്. ഈ സ്കൂളിന് പ്ലാറ്റിനം ജൂബിലി നിറവിലാണ്. കഴിഞ്ഞ 75 വർഷം മുമ്പ് ആരംഭിച്ച ഈ സ്കൂളിന് ധാരാളം ചരിത്രങ്ങളും കഥകളൊക്കെ പറയാനുണ്ട്. ആ ചരിത്രത്തിലേക്ക് നമ്മൾ എത്തി നോക്കുകയാണ്. മൂലമറ്റം സെന്റ് ജോർജ് യു പി സ്കൂളിലെ മുൻ അധ്യാപകനായ ശ്രീ റോജി കല്ലറങ്ങാട്ട് സാറാണ് നമുക്ക് ഈ ഇവിടുത്തെ ചരിത്രമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ബോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറ്റമറ്റത്തിൻ്റെ അക്ഷര വെളിച്ചമായ സെന്റ് ജോർജ് യു പി സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ നടന്നു വരികയാണ്. കഴിഞ്ഞ മാർച്ച് 6 പ്ലാറ്റിനം ജൂബിലിയുടെ ഉദ്ഘാടനം നടത്തപ്പെട്ടത്. തുടർന്നിങ്ങോട്ട് വിവിധ കാലഘട്ടങ്ങളിലായി പല പ്രോഗ്രാമുകൾ ഈ സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായിട്ട് നടത്തപ്പെട്ടു. അഖില കേരള അടിസ്ഥാനത്തിൽ LP UP വിഭാഗം കുട്ടികൾക്ക് വേണ്ടി ക്വിസ് മത്സരങ്ങൾ, അതുപോലെ തന്നെ ഹൈസ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന തലത്തിൽ പ്രസംഗ മത്സരം, വിവിധ സെമിനാറുകൾ, ക്യാമ്പുകൾ, ശില്പശാലകൾ, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിലൂടെ ജൂബിലി വർഷം കടന്നു പോവുകയാണ്. ഈ മാസം 27 ഈ സ്കൂളിലെ പൂർവാധ്യാപകരുടെയും അനധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒരു മഹാസംഗമത്തിന് ഈ സ്കൂള് വേദിയൊരുക്കുകയാണ്. 1950 മുതൽ ഇവിടെ പഠിച്ച കുട്ടികളെയും അതുപോലെ തന്നെ ഇവിടെ പഠിപ്പിച്ച അധ്യാപകരെയും ഒരുമിച്ച് കൂട്ടിയുള്ള ഒരു സംഗമത്തിനാണ് ഈ സ്കൂള് വേദിയൊരുക്കുന്നത്. പിന്നിട്ട വഴിത്താരകളിൽ ഏറെ നേട്ടങ്ങൾ സമൂഹത്തിന് നൽകുവാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മുട്ടം മുതൽ ഇങ്ങോട്ടും കുളമാവ്, പുള്ളിക്കാനം ഭാഗം വരെയുമുള്ള വിവിധ പ്രദേശങ്ങളിലെ ആളുകൾക്ക് വിദ്യയുടെ വെള്ളി വെളിച്ചം പകർന്നു നൽകിയ ഒരു സ്കൂളാണ് മൂലമറ്റം സെന്റ് ജോർജ് യു പി സ്കൂള്. 75 വർഷങ്ങൾക്ക് മുൻപ് 1950 ജൂൺ 12 ഈ സ്കൂളിന് തുടക്കം കുറിക്കുന്നത്. 1950 അറക്കുളത്ത് തിരുഹൃദയ മഠം സ്ഥാപിതമായി. അപ്പോൾ ഇവിടെ ഒരു വിദ്യാലയം തുടങ്ങേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ഇവിടുത്തെ ജനങ്ങൾ അന്ന് ഇടവകാരിയായിരുന്ന ഫാദർ തോമസ് മറ്റപ്പള്ളിയുടെയും ബഹുമാന്യരായ ഐപ്പമ്പറമേക്കുന്നേൽ മത്തച്ചൻ ചേട്ടൻ്റെയും അതുപോലെ തന്നെ കളപ്പുരയിൽ ഔതച്ചേട്ടൻ്റെയും നേതൃത്വത്തിൽ മഠത്തിലെത്തി സിസ്റ്റർമാരോട് സ്കൂൾ തുടങ്ങുന്നതിനെ കുറിച്ച് ആവശ്യകതയെക്കുറിച്ച് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു സ്കൂള് സ്ഥാപിതമായത്. അന്ന് കിഴക്കേക്കര കുടുംബം ഇഷ്ടദാനം നൽകിയ സ്ഥലത്താണ് ഈ സ്കൂള് പ്രവർത്തിച്ചു വരുന്നത്. അന്ന് അറക്കുളം പഴയപള്ളി വികാരിയായിരുന്ന റവറൻഡ് ഫാദർ ജേക്കബ് കാരായിപുരമാണ് ഈ സ്കൂളിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്ന് താമസ സൗകര്യമോ വാഹന സൗകര്യമോ അധ്യാപകർക്ക് ലഭ്യമായ ഒരു കാലഘട്ടം ആയിരുന്നില്ല. 3 അധ്യാപകരാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്, 30 വിദ്യാർത്ഥികളും. വളരെയധികം യാത്രാ ക്ലേശങ്ങൾ സഹിച്ചാണ് സിസ്റ്റർമാർ അറക്കുളത്ത് നിന്ന് ഇവിടെ നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അധ്യാപകർക്ക് യാതൊരുവിധ ഗ്രാൻറ്റുകളും ലഭിച്ചിരുന്ന കാലഘട്ടമല്ലായിരുന്നു അത്. ഒരു ചെറിയ ശമ്പളം പള്ളിയിൽ നിന്ന് അധ്യാപകർക്ക് നൽകിയിരുന്നു. അതുകൂടാതെ പള്ളി യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് അധ്യാപകരുടെ ഉച്ചഭക്ഷണ കാര്യത്തിൽ ശ്രീമാൻ കിഴക്കേക്കര വർക്കിച്ചേട്ടൻ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിരുന്നു. സിസ്റ്റർ ബെനീസിയാണ് ഇവിടുത്തെ ആദ്യത്തെ ഹെഡ് മിസ്ട്രസ്. 1953 ബഹുമാനപ്പെട്ട പുഞ്ചക്കുന്നേലച്ചൻ മാനേജരായിട്ട് ചുമതലയേറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായിട്ട് ഇത് UP സ്കൂളായിട്ട് ഉയർത്തപ്പെട്ടു. UP സ്കൂളായി ഉയർത്തപ്പെട്ടപ്പോൾ സിസ്റ്റർ ജോൺ മേരി ആയിരുന്നു ഹെഡ് മിസ്ട്രസ്. തുടർന്ന് സിസ്റ്റർ സ്റ്റെല്ല മരിയ, സിസ്റ്റർ സിസ്റ്റ, സിസ്റ്റർ സിറിൽ, സിസ്റ്റർ അനീസിയ, സിസ്റ്റർ ലിറ്റീഷ്യ, സിസ്റ്റർ ആഞ്ചല, സിസ്റ്റർ ആനി ഗ്രേസ്, സിസ്റ്റർ അമല ജോസ്, സിസ്റ്റർ ചേസി വയലിൽ, സിസ്റ്റർ മേഴ്സി മഠത്തിൽ, സിസ്റ്റർ ജെസീമ ജോസഫ് എന്നിവർ ഈ സ്കൂളിലെ പ്രഥമ അധ്യാപകരായിട്ട് പ്രവർത്തിച്ചു. ഇപ്പോൾ സിസ്റ്റർ ഗ്രേസ് തെങ്ങനാക്കുന്നേൽ SH ആണ് ഹെഡ് മിസ്ട്രസ്. റവറൻഡ് ഫാദർ കുര്യൻ കാലായിൽ മാനേജരായിട്ട് പ്രവർത്തിക്കുന്നു. PTA പ്രസിഡന്റ് ശ്രീ സിനോയ് താന്നിക്കലും SSG കൺവീനർ ശ്രീ ഫ്രാൻസിസ് കനിപ്പാനിയുമാണ്. 75 വർഷങ്ങൾ പിന്നിടുമ്പോൾ പ്ലേ സ്കൂൾ മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിവിധ ഡിവിഷനുകളിലായിട്ട് 800ഓളം വിദ്യാർത്ഥികളും
ഇവിടെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. പാലാ കോർപ്പറേറ്റിലെയും അറക്കുള ഉപജില്ലയിലെയും ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ കൂടിയാണ് മൂലേറ്റം സെന്റ് ജോർജ്. ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ട് സിവിൽ സർവീസ് പരിശീലനം ആരംഭിച്ചത് ഈ സ്കൂളിലാണ്. പാലാ കോർപ്പറേറ്റിന്റെ പ്രീമിയർ സ്കൂൾ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഒരു സെന്റർ 2005 മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. വെള്ളിയാമറ്റം, അറക്കുളം, തുടങ്ങനാട്, നീരൂര് എന്നീ സ്കൂളുകളിലെ കുട്ടികൾക്കും ഇവിടെ ഈ പരിശീലന പരിപാടിയുടെ ഭാഗമായിട്ട് മെച്ചപ്പെട്ട ട്രെയിനിങ് നൽകി വരികയാണ്. ഇവിടെ പ്രഥമാധ്യാപികയായിരുന്ന സിസ്റ്റർ ആനി ഗ്രേസിന് സംസ്ഥാന ദേശീയ അധ്യാപക അവാർഡുകൾ ലഭിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഇടുക്കി പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള സമ്മേളനം നടന്നത് ഈ സ്കൂൾ ഗ്രൗണ്ടിലാണെന്നുള്ളത് ചരിത്രപരമായിട്ട് വളരെയേറെ പ്രാധാന്യമുള്ള കാര്യമാണ്. ആക്ടിംഗ് പ്രധാനമന്ത്രിയായിരുന്ന ഗുൽസാലാൽ നന്ദിയാണ് അന്ന് ഇടുക്കി പദ്ധതിയുടെ ഉദ്ഘാടനം ഈ സ്കൂൾ മൈതാനത്ത് വെച്ച് നിർവഹിച്ചത്. KL റാവു തുടങ്ങിയ കേന്ദ്രമന്ത്രിമാരും നിരവധി സംസ്ഥാന മന്ത്രിമാരും ഈ വിദ്യാലയം സന്ദർശിക്കുകയും ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മെച്ചപ്പെട്ട മികച്ച അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അറക്കുള ഉപജില്ലയിലും ഇടുക്കി റവന്യൂ ജില്ലയിലും കലാകായിക മേളകളിൽ മൂലേറ്റം സെന്റ് ജോർജ് സ്കൂള് എന്നും മുൻപന്തിയിലാണ്. ഇവിടെ വിദ്യാഭ്യാസം നിർവഹിച്ച ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് ഇന്ത്യക്ക് ഉള്ളിലും ഇന്ത്യക്ക് പുറത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി വിവിധ മേഖലകളിൽ സുദീർഘമായ സേവനങ്ങൾ നൽകി വരികയാണ്. അവരിൽ സാമൂഹ്യ, രാഷ്ട്രീയ, കലാ, സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്. വിവിധ തുറകളിൽ സമൂഹത്തിനും മികച്ച സംഭാവനകൾ നൽകുന്ന നിരവധി വിദ്യാർത്ഥികളെ 75 വർഷത്തെ പാരമ്പര്യത്തിൽ നിന്നും പ്രവർത്തന മികവിൽ നിന്നും രൂപപ്പെടുത്തിയെടുക്കുവാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും മെച്ചപ്പെട്ട കാര്യമാണ്. ഈ സ്കൂളിൽ രജത ജൂബിലി 1975 സുവർണ ജൂബിലി 2000 ആണ്ടിലും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. 2010 സ്കൂളിൻ്റെ വജ്ര ജൂബിലി സ്മാരകമായി ശ്രീമതി മേഴ്സി ജോസ് തെരിയൻ ഇലഞ്ഞിക്കലിൻ്റെ നിർലോഭമായ സാമ്പത്തിക സഹായത്തോടെ പണികഴിപ്പിച്ച ബഹുനില മന്ദിരം സ്കൂളിൻ്റെ തിലകക്കുറിയായി വിരാജിക്കുകയാണ്. സ്കൂളിൻ്റെ സപ്തതി ആഘോഷങ്ങൾ 2020 ആഘോഷിക്കുകയുണ്ടായി. പ്ലാറ്റിനം ജൂബിലിയുടെ സമാപന ആഘോഷങ്ങൾ 2025 ഫെബ്രുവരി ആദ്യ വാരത്തിലാണ് സമാപിക്കുക. ഈ പ്ലാറ്റിനം ജൂബിലി മൂലേറ്റം സെന്റ് ജോർജിന് മാത്രമല്ല ഈ പ്രദേശത്തിൻ്റെ ഒന്നാകെയുള്ള ഒരു വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക മേഖലയിലുമുള്ള ഒരു പുത്തൻ ഉണർവിന് കാരണമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരെയും ജൂബിലി ആഘോഷ പരിപാടികളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളോട്. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ.